ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുല് ഷ്യാമിനും സത്യനും ചായ കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുടിക്കുമ്പോൾ ഷ്യാമു പറയുകയാണ്, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവണ്ട, എന്തായാലും സാവിത്രി ആൻറ്റി പറയുന്നത് പോലത്തെ ടെൻഷനൊന്നും വേണ്ട, വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്തണം എന്നുള്ളൂ, എന്തായാലും ചെറിയൊരു ഇതോടുകൂടി നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഒരേ ഒരു മകളാണ്, എൻ്റെ മകളുടെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വല്യമ്മ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണമാക്കി നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സത്യം പറയണ, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് സത്യന് ഇറങ്ങുകയാണ്. അപ്പോൾ വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കാം, സുശീലാൻ്റിയോട് ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞേക്കെന്ന് ഗോകുലും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ഇങ്ങനെ ശബരി രഘുവിനെ തിരക്കി വന്നിരിക്കുകയാണ്. തൻ്റെ ഭാര്യ തന്നെയാണ് ആ പണം കട്ടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു സംശയം ശബരിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ദാസിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശബരിയും എൻ്റെ വീട്ടിൽ ആ പണം പോയിട്ടില്ല, ആരും എടുത്തിട്ടില്ല, ധനേട്ടനും വാസന്തി ചേച്ചിയുമാണ് എടുത്തതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ദയയുടെ നേർക്കാണ് വിരൽ ചൂണ്ടാൻ തോന്നുന്നത്, അതുകൊണ്ട് ദയയാണ് അത് എടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാനേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ദാസിന് അത്രങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദാസ് പറയാണ്, എൻ്റെ ശബരി നീ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, നിൻ്റെ വീട്ടുകാരെടുത്തില്ല എന്ന് കരുതി ദയയുടെ നേർക്ക് വിരൽ ചൂണ്ടിരുന്നത് ശരിയല്ല, കാരണം ദയയുടെ അടുത്ത് പണമുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുമെന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയാലല്ലേ അവള്, അതുകൊണ്ട് അവളിൽ പണമുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. അത് കേൾക്കുന്ന രഘു പറയണേ, എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ അത് പറ്റും, ദയയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയണേട്ടാ. രഘു പറയണേ, ശരി ഞാൻ ഇന്ന് കന്യാശ്ശേരി മനയിലോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായി നാളെ എന്നോട് പറയാം, നാളെ ഇതിനോട് കൂടി ഒരു വ്യക്തത കൊണ്ടുവരാമെന്ന് പറയണ്ട. അങ്ങനെ ദയയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന തീരുമാനമാണ് അവർക്കുള്ളിലുള്ളത്. എന്നാൽ ദയ ആണെങ്കിലോ ഒരു വിധത്തിലും സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ സരോജിനി ആൻറ്റിക്ക് വിളിക്കുകയാണ് കേട്ടോ, എന്തായി അവിടുത്തെ വിവരം എന്നറിയാൻ. ആ ഒരു സ്വർണ്ണപ്പെട്ടി അവിടെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി സരോജിനി ആൻറ്റിക്ക് വിളിക്കുമ്പോൾ സരോജിനി ആൻറ്റി ആണെങ്കിലോ പഞ്ചരത്നത്തിൽ ഇങ്ങനെ തുടച്ചും കൊണ്ടിരിക്കാൻ കേട്ടോ. ആ ദയേ നീ എന്താ വിളിച്ചത്? അപ്പോൾ ഉടൻ തന്നെ പറയാണ്, നിങ്ങൾ എവിടെയാണ്, പഞ്ചരത്നത്തിലോ അതോ നിങ്ങളുടെ വീട്ടിലോ? അല്ല, പഞ്ചരത്നത്തിൽ. എപ്പോഴാണ് പോകുന്നത്? അത് നിൻ്റെ അച്ഛനുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ. നീ നിൻ്റെ അച്ഛന് വിളിക്കായിരുന്നില്ല ദയേ? അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, മാഷിനെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു മകളാണിത്, എന്തായാലും ഇവളുടെ കാര്യം എന്താണെന്ന് അറിയട്ടെ. അങ്ങനെ ദയ പറയാണ്, അതെ അവിടെ ഒരു ആമാടപ്പെട്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ? ആ അതെനിക്കറിയാം, എന്നാൽ ആമാടപ്പെട്ടിയിൽ കണ്ണ് വെച്ചാൽ മതി, ആമാടപ്പെട്ടിയിൽ ഉള്ളിലിരിക്കുന്ന ആ ഒരു വസ്തുക്കളിൽ കണ്ണ് വെക്കണ്ട, സ്വർണ്ണങ്ങളിൽ കണ്ണ് വെക്കണ്ട, അതിൽ നിന്ന് ഒരു തരി പൊന്നു പോയാൽ ഉത്തരം നിങ്ങൾ പോലും പറയേണ്ടി വരുമെന്ന് പറയട്ടോ. നിങ്ങൾക്കാണ് ആകെ അറിയാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദയോട് സരോജിനി അങ്ങ് കണക്കിന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയണേ, അതെ ആമാടപ്പെട്ടിയിൽ ഒരു പൊന്നു പോയാലല്ലേ പ്രശ്നം, മുഴുവൻ പൊന്നു പോയാലും ഞാൻ ഉത്തരം പറയണ്ടേ എന്ന് പറയണേ. അത് കേൾക്കുന്ന ദേ നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണ്? കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാണ്. എന്താ നിങ്ങൾ എന്നോട് ധിക്കാരം പറയുന്നത്? അതെ നിൻ്റെ വീട്ടിലെ ഞാൻ പണിക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് പണിയെടുത്താൽ മതി, നിൻ്റെ വായിലുള്ളത് കേൾക്കേണ്ടതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ദയ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ വീട്ടിൽ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഇരിക്കില്ല, ഞാൻ അന്നതമാഷിനെ മാത്രം ആലോചിച്ചിട്ടാണ് ഈ വീട്ടിൽ പണി ചെയ്യുന്നത്, അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു. ഇതങ്ങ് കേൾക്കുമ്പോൾ ദയ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ ദയ ഫോൺ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോൺ കട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ദയ 100 വട്ടം ആരെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ പിറകിൽ മുന്നിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരുമില്ല. പക്ഷേ ഇതങ്ങ് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ആ തമ്പായി കാണാൻ ദയയുടെ തൊട്ടരികെ. ദയ ആകെ പേടിച്ച് വിറച്ചു കേട്ടോ. അങ്ങനെ ദയ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇത്രയും നേരം ഞാൻ പിറകിലോട്ട് നോക്കുമ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഈ മനുഷ്യൻ എപ്പോഴാണ് ഇവിടെ വന്നു നിന്നത് എന്നിങ്ങനെ ദയ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ നീ പേടിക്കണ്ട, ആമാടപ്പെട്ടിയിലെ സ്വർണ്ണങ്ങളും മാമാടപ്പെട്ടിയും അവിടെ നിന്ന് ആരും കൊണ്ടുപോകില്ല, അത് കന്യാശ്ശേരിയിലെ മുതലാണ്, കന്യാശ്ശേരിയിലെ മുതൽ ആർക്കും തൊട്ടാൻ കഴിയില്ല, അത് കന്യാശ്ശേരിയിൽ തന്നെ വന്നു ചേരുമെന്ന് പറയണ്ട. ഇത് കേൾക്കുന്നതിനോട് കൂടി ദയോ ഓട്ടം ഓടുകയാണ്. പിന്നീട് ഓടുന്നത് അനുചേച്ചി എന്ന് പറയാം, അനുപമയെ വിളിച്ചാണ്. അങ്ങനെ അനുപമ എന്താടി എന്ന് പറയണം. അപ്പോഴേക്കും ചീരു എന്താണ് എന്ന് പറയണം. അവർ കിച്ചണിൽ പണിയെടുക്കുകയാണ്. ശബ്ദം കേട്ട് അമ്പിളി ഓടി വരികയാണ്. അപ്പോൾ എന്തിനാ നീ കരയുന്നത്? ശ്വാസം ഇടാൻ കഴിയുന്നില്ല ദയക്ക്. ദയ പറയണേ, അതെ എന്നിങ്ങനെ പറയുമ്പോൾ അമ്പിളി ചോദിക്കുക, എന്താ നിനക്ക് പ്രശ്നം? നീ ഇത്രയും നേരം ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതും ഞങ്ങളാരും കേൾക്കേണ്ടതെന്ന് കരുതി മാറി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോൺ കട്ട് ചെയ്തോടെ തന്നെ ദയ അവിടെയുള്ള ആ ഒരു മനയുണ്ടല്ലോ, ആ മനയുടെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരാൾ കാണാം ദയ എങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ. കൈക്കോട്ട് കിളക്കുന്ന അവിടുത്തെ കാര്യസ്ഥനാണ്.
പിന്നീട് അയാളെ പെട്ടെന്ന് കാണാതാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദയ ഇവരോട് ഇക്കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ആരാണ് അതെ അവിടെ ആൾ വന്നിരിക്കുന്നത്, ആര് ആ തമ്പായി എന്ന് പറയട്ടോ. അയാൾ എന്താ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു, അയാൾ നിന്നെ എന്തെങ്കിലും പേടിപ്പെടുത്തിയ? ഇല്ല ഇല്ല എന്ന് പറയണേ. എന്നാൽ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകാൻ ഒരുങ്ങുമ്പോൾ ദയ പറഞ്ഞ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് പേടിച്ച് വരച്ച് ദയ മുറ്റത്തോട്ട് ഓടുകയാണ് കേട്ടോ ഇവരുടെ കൂടെ. ഇവർ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ തമ്പായിയെ കാണാനില്ല. പിന്നെ തമ്പായി എന്നിരിക്കുന്ന ആ സ്ഥലത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തമ്പായി കാണാം കസേരയിൽ ഒരുമാതിരി ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് കേട്ടോ അയാളുടെ ഇരുത്തം. അത് കാണുന്ന ഇവർക്ക് 4 പേർക്കും പേടിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ദയക്കാണ് പേടി. പക്ഷേ ഇവരാണ് അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ചീരു അനുപമയെ അമ്പിളി കിട്ടോ. അങ്ങനെ തമ്പായി ഇരുന്നോടത്ത് അങ്ങ് നീട്ടിട്ട് ചോദിക്കുകയാണ്, അതെ ഇവിടെ അനന്തിനില്ലേ? ഇല്ല, അച്ഛനില്ല. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല, രഘുവേട്ടൻ പുറത്തു പോയിരിക്കാന്ന് എന്ന് അമ്പിളി പറയുമ്പോൾ എങ്ങനെ വല്ലാതെ പേടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം തമ്പായി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, 5 പഞ്ചരത്നങ്ങളെയും ഒരുമിച്ച് അങ്ങ് തമ്മി പിരിക്കാൻ പറ്റിയ സാധനം ഈ പെണ്ണ് തന്നെയാണ്. ഈ പെണ്ണിലൂടെ തന്നെ എനിക്കാവാം എന്നുള്ളത് തമ്പായി മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതെ, ഇതൊരു മനയാണ്. ഈ മനക്കുള്ളിൽ വന്നവരെ ആർക്കും ഇവിടുത്തെ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മരിച്ചു പോയവർക്കും പ്രേതാത്മാക്കൾക്കും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സന്ധ്യ സമയമാവുന്നതിന് മുന്നേ ഇവിടെ ഒരു ആൺതരി ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇവിടെ സർപ്പകോവിൽ കയറി വരുന്നതിന് മുന്നേ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ വന്നിട്ടില്ല, ത്രിമൂർത്തികളുടെ അടുത്തോട്ട് നിങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതും കണ്ടേക്കാം, പല പ്രശ്നങ്ങളും നിങ്ങളിൽ ഉണ്ടാക്കാം. ആത്മാക്കളുടെ ശല്യം ഉണ്ടായേക്കാം, പ്രേതങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പെടുത്താണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ദയാകെ പേടിച്ച് വിളിച്ച് അമ്പിളി ഇങ്ങനെ ഇതാക്കും. അമ്പിളി നീ മിണ്ടാതിരിക്കുക എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു. അതെ, നിങ്ങൾ വരുന്ന വഴിക്ക് സർപ്പകോവിൽ പോവാത്തത് കൊണ്ട് തന്നെ അനന്തനോട് പറഞ്ഞേക്കും, ഒരുപക്ഷെ സർപ്പങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നത്, അതിനു മുന്നേ അവിടെ നിന്ന് പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഇറങ്ങി പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അയാൾ പോയ ഉടൻ തന്നെ ദയാണെങ്കിലും 4 പുറം ഇങ്ങനെ നോക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ചിരു വന്ന് ചോദിക്കുക, നീ എന്താടീ നോക്കുന്നത്? ഉടൻ തന്നെ പറയണേ, അതെ അയാൾ പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് സർപ്പകോവിൽ അങ്ങ് പോയാലോ, നമുക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്താലോ, ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ദയോട് പറയണേ, നിനക്ക് വേറെ പ്രത്യേകിച്ചൊരു പണിയില്ലേ, നിനക്ക് എന്താ വട്ടായോ അയാൾ പറയുന്നത് കേട്ടിട്ടേ എന്ന് പറയണേ. എന്നിട്ട് അമ്പിളി പറയണേ, നിനക്കാണ് ഇത്ര പേടിയെങ്കിൽ എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിൽക്കണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് നീ ഒരു പണി ചെയ്തേക്ക്, നീ അച്ഛനോട് തന്നെ നീ വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അമ്പിളിയും 3 പേരും കയറി പോകുമ്പോൾ ദയയുടെ കുഞ്ഞു പിടഞ്ഞു കരയുന്നു കേട്ടോ. അപ്പോൾ ദയ അയ്യോ എൻ്റെ മോനക്ക് എന്താ പറ്റിയാണാവോ എന്ന് പറയാൻ ദയയും പോകുന്നു കേട്ടോ. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ ദാസിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ദാസ് പറയാണ്, നീ ഒരു കേസിൽ അകപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, നീ ഇപ്പോൾ ഈ 5 വർഷമായി ഒരുപാട് പ്രശ്നങ്ങൾ നീ ചെയ്തു കൂട്ടുന്നുണ്ട്, നീ അറിയുന്നില്ല. 5 വർഷത്തിനുള്ളിലുള്ള ആ ഒരു ഈ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ഇങ്ങനെ പോലീസുകാർ കൊടുക്കുക. അപ്പോൾ അതൊരു കമ്പനിക്ക് അങ്ങനെയൊക്കെയാണ് ആവശ്യം. കാരണം ഇപ്പോൾ നീ ഒരു 5 വർഷമായിട്ട് നീ ക്രൂരതകൾക്ക് മുകളിലൂടെ ക്രൂരതകളാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ലല്ലോ, ജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും എന്നൊക്കെ പറയുമ്പോൾ വിനയനാകെ ചൂളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനയ അത് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അയ്യോ അങ്ങനെ പറയില്ല ദാസാറെ, എനിക്ക് SI പോലും സപ്പോർട്ടാണ് തന്നത്, ഈ കേസ് നിങ്ങൾ ഒഴിവാക്കി തന്നത് തീർച്ചയായും എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് വിനയൻ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ദാസ് പറയണേ, നീ ഇപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേക്കും അതിന് ഞാൻ ആ വീഡിയോ മിസ്യൂസ് ചെയ്തിട്ടില്ലല്ലോ, മിസ്യൂസ് ചെയ്തിട്ടില്ല എന്ന് നീ പറയരുത്. ചീരു എത്തിയില്ലായിരുന്നെങ്കിൽ നീ മിസ്യൂസ് ചെയ്യും, അതിന് നീ നന്ദി പറയേണ്ടത് ചീരുവിനാണ്. കാരണം നീ അത് മിസ്യൂസ് ചെയ്തിരുന്നെങ്കിൽ നീ ഇതിലൊരു പ്രതിയാണ്. നീ ഒരു പണി ചെയ്തേക്ക്, നീ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തേക്ക്, ഞാൻ ഇതിലൊരു ഒന്നിലും ഒരംഗമല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തേക്ക്. അതൊക്കെ കേസും കോടതിയുമായി പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു തന്നാൽ മതി, ഈ കേസ് എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നാൽ മതി എന്ന് വിനയൻ ദാസിനോട് പറയണ്ട. അപ്പോൾ ദാസ് അത് കാര്യമായി തന്നെ കണക്കിലെടുക്കാമെന്നുള്ള ആ ലെവലിലാണ് ദാസ് ഇരിക്കുന്നത് കേട്ടോ.